ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരെ വീണ്ടും അധിക്ഷേപവുമായി CPIM. ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ച സമരമെന്നാണ് മുതിർന്ന CPIM നേതാവ് EP ജയരാജന്റെ ആക്ഷേപം. അതിനിടെ സമരത്തിൽ പങ്കെടുത്ത അനിതാകുമാരി എന്ന ആശാ വർക്കറുടെ വീടിന് ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് അയച്ചു. ആശാ വർക്കേഴ്സിന്റെ സമരം 34-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് പുതിയ അധിക്ഷേപം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് സമരത്തിനെതിരെ രംഗത്തെത്തിയത്. സേവന സന്നദ്ധരായിട്ടുള്ളവരെ വഴിതെറ്റിപ്പിച്ച് ഈ സേവന രംഗത്ത് നിന്ന് അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു സമരമാണിത്. EP ജയരാജന്റെ പരാമർശത്തിനെതിരെ ആശാ വർക്കേഴ്സ് രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരുടെ കൂടെ ഇവിടെ വന്ന് സമരത്തിന് ചെയ്തത്. അത് പറഞ്ഞ വ്യക്തിക്ക് ദുഷ്ടശക്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അവർ ഞങ്ങളെ ഇങ്ങനെ ആശമാരെ ഇങ്ങനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ അവർക്ക് തട്ടാവുണ്ട്. ദുഷ്ടശക്തികളെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞങ്ങൾ 2 കൈയും 2 കാലുമുള്ള വ്യക്തികളാണ്. ഈ ദുഷ്ടശക്തികളെന്ന് വരുന്ന അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പറയാൻ വരുന്നത്. സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാലോട് സ്വദേശിനിയായ അനിതാകുമാരിക്ക് ജപ്തി നോട്ടീസ് വന്നു. കേരള ബാങ്കിൽ നിന്നാണ് ജപ്തി നോട്ടീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊരു അറിഞ്ഞിടാത്തൊരു സാഹചര്യമാണ്. കിടക്കാടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് മറ്റൊരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്ത് പോൻ വഴി ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ ആശാ വർക്കറായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞാനിപ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന ഒരു നിലയിലാണ്. മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് തയ്യാറെടുക്കുകയാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. അപ്പോൾ 34 ദിവസമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് സന്ദേശങ്ങൾ ഒരുപാട് പേര് ഇപ്പോഴും ആശാ വർക്കേഴ്സിൻ്റെ കണ്ണീരെന്താണ് കാണാത്തത് സർക്കാർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഏതെങ്കിലും തരത്തിൽ അവരോട് അനുനയമായിട്ട് അവരോട് ചർച്ചകൾ നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ നമ്മുടെ സർക്കാർ അവർക്കും കൂടി വേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം അത് വിനയത്തോടെ ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു.